ഡോക്ടർ നോക്കൂ, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കേട്ട ഈ വാർത്ത ഇന്ന് രണ്ടാമത്തെ കൊലപാതക വാർത്തയാണിത്. ഇരട്ട കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരം സംഭവമായാലും ഇതിലിപ്പോൾ സംശയരോഗമാണ്. ഇനി ചില കൊലപാതകങ്ങളിലേക്ക് വരുമ്പോൾ കാരണം ലഹരിയാണ്. അപ്പോൾ ഏത് ഘടകമായാലും നമുക്ക് കുടുംബത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ നമുക്ക് അധ്യാപകരിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്നൊക്കെ ഇതെങ്ങനെയാണ് ഇത്തരം മനോഭാവമുള്ളവരെ പിന്തിരിപ്പിക്കാൻ കഴിയുക? നമ്മൾ ഒത്തിരി കൊലപാതകങ്ങളെക്കുറിച്ച് കണ്ടു ഈ ദിവസങ്ങളിൽ. അപ്പം പല കാരണങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സംശയ രോഗം ഉണ്ടാവും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ബേസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഇങ്ങനെയൊരു ഇമ്പൾസിവിറ്റി, അതായത് കൊലപാതകത്തിലോട്ട് നയിക്കാൻ പാകത്തിന് ഇങ്ങനത്തെ കാരണങ്ങളാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അത് ചിന്തിക്കണം. സമൂഹത്തിനുള്ളിൽ ഒത്തിരി കാരണങ്ങൾ നമുക്ക് കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ആ കാരണങ്ങളൊക്കെ മാറിയിട്ട് ഒരിക്കലും കൊലപാതകത്തിലോട്ട് നയിക്കത്തില്ലാത്ത കാരണങ്ങളിലോട്ട് നമ്മൾ കൊലപാതകങ്ങൾ കൊണ്ടുപോകുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ കലിപ്പൻ്റെ കാന്താരി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പം നമ്മുടെ ചുറ്റും. കലിപ്പൻ ആയാൽ മാത്രമേ കാന്താരിയുടെ കലിപ്പനാകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കോൺസെപ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്? പഠിത്തത്തിന് വേണ്ടി മാത്രം, അതായത് അടയിരുത്തി കൊണ്ടുവരാനുള്ളൊരു ഇതായി മാറിക്കൊണ്ടിരിക്കുക. എവിടെയാണ് സോഷ്യലൈസേഷൻ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് നമുക്ക് അവരുടെ ഇമോഷണലായിട്ടുള്ള ഇൻ്റലിജൻസും എമോഷണലായിട്ട് കൺട്രോളുകളും പഠിപ്പിക്കാൻ പറ്റുന്നത്? ഒരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ആ കുട്ടീനെ അത് അല്ലെങ്കിൽ ആ ഒരു ആളെ നമുക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക? പണ്ട് വിഷമങ്ങളുണ്ട്, ഇങ്ങനത്തെ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, സ്ട്രെസ്സുകളുണ്ട്. പക്ഷേ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തലമുറയായിട്ട് വളർന്നു വന്നിട്ടുള്ള തലമുറ ഇപ്പം മാറി ചിന്തിച്ച് ഈ സ്ട്രെസ്സുകളും ഫ്രസ്ട്രേഷനും ഒക്കെ കൊലപാതകത്തിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രഗ്സിലോട്ട് പോകുന്നു. ഡ്രഗ്സ് പിന്നെയും കൊലപാതകത്തിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങളിലോട്ട് പോകുന്നു, അത് പിന്നെയും കൊലപാതകത്തിലോട്ട്. എങ്ങനെ നോക്കിയാലും ഇതെല്ലാം വന്നു നിൽക്കുന്നത് കൊലപാതകത്തിലോട്ട്. ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇല്ലായ്മ ചെയ്യുകയാണ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള മാർഗം, അല്ലെങ്കിൽ ഏക മാർഗം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മാറി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. പല കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, നമ്മളിവിടെ വരുന്ന റീലുകളുണ്ട്, സിനിമകളുണ്ട്. എന്തിനു പറയുന്നു? നമ്മുടെ ചിന്താഗതികളുണ്ട്. ഒരാളെ ലേബൽ ചെയ്യാണ്, അയാൾ അലമ്പനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു കലിപ്പനാണ്. ആ കലിപ്പനായിട്ട് ലേബൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റായ ഒരു ലേബലിംഗ് അല്ല നടക്കുന്നത്. ഒരു ഹീറോയിസം വരുന്ന രീതിയിലോട് സമൂഹം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പുതുതലമുറ ചിന്തിക്കുന്നു. അപ്പോൾ എന്താ കാര്യം? അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഇല്ലാതാക്കി കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഒരു 10 വർഷം അല്ലെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരാം. എനിക്ക് നല്ല രീതിയിൽ ജീവിക്കേണ്ട, നല്ല ജോലി വേണ്ട, എനിക്കൊരു ഗ്യാങ്സ്റ്ററായിട്ട് ജീവിച്ചാൽ മതി. അതാണ് സമൂഹത്തിൽ കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഗ്യാങ്സ്റ്ററായാൽ മതി, അല്ലെങ്കിൽ ഒരു ആവേശം മോഡിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വയലൻസ് ഉള്ള രീതിയിലോട്ട് മാറി ചിന്തിച്ചാൽ മതി, എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി, അതാണ് ഹീറോയിസം കിട്ടുന്നത്. അപ്പോൾ എന്തിനാണ് നല്ല രീതിയിൽ ജീവിക്കേണ്ടത്? ആ ഒരു ചിന്താഗതിയിലോട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പല ഫാക്ടേഴ്സും നമുക്കിവിടെ എന്തിനു പറയും, നമുക്ക് ചൂട് കൂടുന്നത് വരെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കുട്ടി രാവിലെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ 8 മണിക്കൂർ 9 മണിക്കൂർ അല്ലെങ്കിൽ 9 അവറുകൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂറാണ് മോറൽ സയൻസിന് കൊടുക്കുന്ന സമയം. അത് വെറും ഒരു ബാക്കി ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്ന പോലെ സബ്ജക്റ്റായി പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ മോറൽ സയൻസ്? അല്ലെങ്കിൽ മൊറാലിറ്റി നമ്മൾ കുട്ടികളിലോട്ട് വളർത്തിക്കൊണ്ട് വരുന്നത്? സമൂഹത്തിന് പ്രാധാന്യമില്ലേ? സമൂഹത്തിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രാധാന്യമില്ലേ? ഫാമിലിക്ക് പ്രാധാന്യമുണ്ട്, അതായത് കൂടെയുള്ള ടീച്ചേഴ്സിന് പ്രാധാന്യമുണ്ട്. എന്താണ് എവിടെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ സമയം? ഇത്രയും അധികം സിലബസുകൾ നമ്മൾ പഠിപ്പിച്ച് തീർക്കണം. കുട്ടികൾക്ക് കിട്ടുന്ന സമയം കുറവാണ്. അതായത് കുട്ടികൾ വിചാരിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്ലാസ് റൂമുകളിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പോർഷൻ മാത്രമാണ് മൊറാലിറ്റി എന്നും, അത് നമ്മുടെ ഉള്ളിലോട്ട് വരേണ്ട സാധനമല്ലെന്നും, അത് മൊറാലിറ്റി സെറ്റ് ചെയ്യേണ്ടത് ഓൺലൈനിലെ റീൽസുകളിൽ കൂടെയാണെന്നും, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ കൂടെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ വരികയാണ്. കുട്ടികൾ അവബോധമുള്ള ആൾക്കാരാണ്, അവർക്ക് ആശയങ്ങളുണ്ട്, ആശയങ്ങൾക്ക് പഞ്ഞമില്ല, ആശയങ്ങൾ കിട്ടുന്ന രീതികൾ ഒത്തിരിയുണ്ട്. പണ്ടത്തെ പോലെ നമ്മൾ ആശയങ്ങൾക്ക് വേണ്ടി വായിക്കേണ്ട സമയമൊന്നുമില്ല, എല്ലാ വിരൽത്തുമ്പിലുണ്ട്. ആ വിരൽത്തുമ്പിൽ ഉണ്ടായിട്ടുള്ള ആശയങ്ങളിൽ നിന്നാണ് ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെയറുകൾ കൊടുത്തില്ലെങ്കിൽ. കുട്ടികൾ എന്ന് പറയുന്ന കെയർ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ട ഒരാൾക്കാരാണ്, അല്ലാതെ കുട്ടികളെ വെറുതെ വിടാൻ വേണ്ടിയ ആൾക്കാരല്ല. അവൻ മോശമാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര അലമ്പാണെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് ലേബൽ ചെയ്തിട്ട് അവനെ ഇഗ്നോർ ചെയ്യുന്നൊരു സമൂഹമല്ല നമ്മുടെ ചുറ്റിനുള്ളത്. അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് പണ്ടും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവർക്ക് കെയർ കൊടുക്കുന്നു ഇല്ല. അവർ എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല, അവരെ ലേബൽ ചെയ്യാണ്. പിന്നെ അവർക്ക് എന്താ തോന്നുക? ഞങ്ങൾ ഏതായാലും ലേബൽ ചെയ്യപ്പെട്ടു, ഇനി നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല.
ശരിയാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുമല്ലോ, ഇതൊക്കെ ഒരു സാമൂഹിക വിപത്തായി ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മറ്റൊരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു മനോഭാവത്തെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു ഏക കാര്യം മാത്രമാണ് ഇപ്പൊ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അത് സംഭവിക്കണം ഈ സമൂഹത്തിൽ, ഇല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ സിലബസ് തൊട്ട് ഇപ്പൊ 20 വർഷം മുൻപ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് പോലും അല്ല ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഡോക്ടർ സൂചിപ്പിച്ചത്. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ജാഗരൂകരായി ആവേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടും നമ്മൾ ജാഗരൂകരായില്ലെങ്കിൽ ഇനിയും ഇപ്പം നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ദിവസത്തെ ഉണ്ടാവും, ചിലപ്പോൾ അത് മണിക്കൂറുകളായി മിനിറ്റുകളായി മാറേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. കേരളം മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അവബോധമുള്ള ആൾക്കാരാണ്, ഇൻ്റർനെറ്റിൻ്റെ യൂസ് കൂടുതലാണ്, നമ്മുടെ കുട്ടികളുടെ ആശയങ്ങൾ കൂടുതലാണ്, നമുക്ക് ഫ്രസ്ട്രേഷൻസ് കൂടുതലാണ്, സ്ട്രെസ്സ് കൂടുതലാണ്, കോമ്പറ്റീഷൻസ് കൂടുതലാണ്. കോമ്പറ്റീഷൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പം ശ്രദ്ധിക്കണം. കോമ്പറ്റീഷൻ നമുക്ക് ആ കുട്ടികളിലോട്ട് നമ്മൾ ഇമ്പോസ് ചെയ്യാണ്. എല്ലാ ദിവസവും കോമ്പറ്റീഷൻസ്, എവിടെയാണ് കോമ്പറ്റീഷൻ ഇല്ലാത്തതുള്ളൂ? എല്ലാ സ്ഥലത്തും കോമ്പറ്റീഷനാണ്. മാതാപിതാക്കൾ ഇൻജെക്ട് ചെയ്യുന്ന കോമ്പറ്റീഷൻ. പക്ഷേ മാതാപിതാക്കൾ ആ ഇൻജെക്ട് ചെയ്യുന്ന തരത്തിലുള്ള കോമ്പറ്റീഷന് വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടി കുട്ടികൾക്കുള്ള കെയർ കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയാം. ഇല്ല, നമുക്ക് അതിനുള്ള സമയമില്ല. സമൂഹത്തിന് ബാധ്യതയില്ല, സമൂഹത്തിന് ബാധ്യതയുണ്ട്. സമൂഹത്തിന് എവിടെയാണ് ഒരു കുട്ടിയുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ട്, അത് മാനേജ് ചെയ്യാൻ വേണ്ടി സമൂഹത്തിന് ഒട്ടായ കടമയുണ്ട്. പണ്ടുണ്ടായിരുന്നു, അവൻ്റെ വീട്ടിലെ കുട്ടി എന്നല്ല പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞതെന്ന് മാറിയിട്ട് അവൻ്റെ വീട്ടിലെ അതെന്തെങ്കിലും കാട്ടിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ സമൂഹം. സൈക്കോളജിക്കൽ സപ്പോർട്ടുകളുണ്ട്. എവിടെയാണ് സ്കൂളുകൾ സൈക്കോളജിക്കൽ സപ്പോർട്ടുകളുണ്ട്? സ്കൂളുകളിലോട്ട് കത്തിയുമായി ഒരു ടീച്ചർ പറഞ്ഞു, കത്തിയുമായി വരുന്ന കുട്ടികൾ വരെയുണ്ട്. ആ കുട്ടിയോട് ചോദിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കത്തിയെടുത്ത് കുട്ടീനെ കൊല്ലും, അല്ല ആ കുട്ടി ടീച്ചറെ കൊല്ലുമോ? പണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു, ടീച്ചർമാരെ പേടിയുള്ള കുട്ടികളായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലോ പുറത്തുനിന്ന് ആൾക്കാർ കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ മാതാപിതാക്കൾ സപ്പോർട്ടിനുണ്ട്. ആ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് കുട്ടികളെയല്ല, പകരം ക്രിമിനലുകളെയാണെന്നും ഈ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അത് ഒരാൾ മാത്രമല്ല, നമ്മുടെ സമൂഹം ഒട്ടാകെ ചിന്തിക്കേണ്ട ഒരു കാലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.